Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà come in cielo così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi la nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso è l'ora della nostra morte. Amen. Ave, benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso è nell'ora della nostra morte. Amen. Ave, benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso è nell'ora della nostra morte. Amen. Ave. ഞാനിപ്പോൾ ആയിരിക്കുന്നത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി കാർഡിനൽ പീത്രോ പരോളിൻ്റെ ആഹ്വാനപ്രകാരം ഇന്നിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയായിട്ട്. പ്രത്യേകിച്ച് വത്തിക്കാനിൽ താമസിക്കുന്ന എല്ലാ കാർഡിനൽമാരും റോമൻ കുരിയിലെ എല്ലാ മെമ്പേഴ്സും അതുപോലെ തന്നെ റോമിലുള്ള എല്ലാ അച്ഛന്മാരും സിസ്റ്റേഴ്സും ആത്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. റോമൻ സമയം 9 മണി ഈ സമയത്ത് ഏതാനും നിമിഷക്കുള്ളിൽ ഉടനെ തന്നെ പരിശുദ്ധ ജപമാല ചൊല്ലി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ജമലി ഹോസ്പിറ്റലിൽ 10 ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്ത പരിശുദ്ധ പിതാവ് ചികിത്സയിലായിരിക്കുന്ന അവസരത്തിൽ സഭയുടെ വിശ്വാസികളിൽ നിന്നും പ്രാർത്ഥനകൾ ധാരാളമായിട്ട് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയിൽ ആദ്യമായിട്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥന സ്പെഷ്യലായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ കാർഡിനൽ പരോളിൻ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. പരിശുദ്ധ ജപമാല ചെല്ലുന്നതിലൂടെ അനേകം വിശ്വാസികൾ ഇവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വൈകുന്നേരം ഇവിടെ മഴയൊക്കെ പെയ്തിട്ടും പ്രതികൂല സാഹചര്യമായിട്ട് പോലും ഒത്തിരിയേറെ വിശ്വാസികളാണ് ഇവിടെ വന്നു ചേരുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെയും ഗുരുതരമായ അവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്ന് വേണം പറയുവാനായിട്ട്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിന് വേണ്ടി എല്ലാ വിശ്വാസികളോടൊപ്പം നമുക്ക് ശക്തമായിട്ട് തുടർന്നും പ്രാർത്ഥിക്കാം. ഈ തീവ്രമായ അവസ്ഥയെ തരണം ചെയ്യുവാനും വീണ്ടും ഈ അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്ന് ഫാദർ ജോബി കച്ചപ്പഴയുടെ ഒപ്പം ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോൾ കളരിക്കൽ.